നമസ്കാരം സുഹൃത്തുക്കളെ, ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിരോധ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. 2026 ഫെബ്രുവരിയിൽ, അതായത് ഈ മാസം, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. ഈ സന്ദർശനത്തിൽ ഇന്ത്യയുമായിട്ട് 114 മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളുടെ ഡീൽ ഉൾപ്പെടെയുള്ള സുപ്രധാന കരാറുകൾ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിന് തൊട്ടു മുമ്പായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രാജ്യത്തെയും ലോകത്തെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു നയരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ 2026 അഥവാ DAP 2026 കരട് രേഖ. വെറുതെ വിദേശത്ത് നിന്ന് കോടികൾ മുടക്കി ആയുധങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു രാജ്യം എന്ന ലേബൽ വലിച്ചെറിഞ്ഞ് ലോകത്തെ ഒരു ഡിസൈൻ പവർ ഹൗസായി മാറാനുള്ള ഇന്ത്യയുടെ അതിഗംഭീരമായ മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇത്. ഈ വിശദമായ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണത്തിൻ്റെ ചരിത്രം, മുൻകാല നയങ്ങളുടെ പോരായ്മകൾ, പുതിയ DAP 2026 കൊണ്ടുവരുന്ന വിപ്ലവമായ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. കൂടാതെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ തങ്ങളുടെ സോഴ്സ് കോഡ് കൈമാറുമോ, എന്താണ് ഈ നയം നടപ്പിലാക്കുന്നതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, റിയൽ വേൾഡ് എക്സാമ്പിൾസ് എല്ലാം ഇതിലുണ്ട്. ഒരു നോട്ട്ബുക്ക് വേണമെങ്കിൽ എടുത്തോളൂ, കാരണം ഇത് ഇന്ത്യയുടെ DAP 2026 കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് മാസ്റ്റർ ക്ലാസ് ആണ്. DAP 2026 യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ആദ്യം അറിയണം. പതിറ്റാണ്ടുകളായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. റഷ്യൻ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും മുതൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പീരങ്കികളും റഡാർ സംവിധാനങ്ങൾ വരെ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ സൈനിക സുരക്ഷ പൂർണ്ണമായിട്ടും വിദേശ രാജ്യങ്ങളുടെ സപ്ലൈ ചെയിനുകളെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. ഈ അരാജകത്വത്തിന് ഒരു പരിഹാരം കാണുന്നതിനായിട്ട് 2002 ഇന്ത്യ ആദ്യമായിട്ട് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രൊസീജിയർ DPP എന്നൊരു നയം കൊണ്ടുവരുന്നത്. പിന്നീട് കാലാനുസൃതമായിട്ട് ഇതിലെ മാറ്റങ്ങളൊക്കെ വരുത്തി 2020 ഇതിൻ്റെ പേര് ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ 2020 അതായത് DAP 2020 എന്നാക്കി മാറ്റി. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാന ശിലയായിരുന്നു DAP 2020. ഇതിൽ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകിയത് ബൈ IDDM അതായത് ഇൻഡിജനസ്ലി ഡിസൈൻഡ്, ഡെവലപ്ഡ് ആൻഡ് മാനുഫാക്ചേർഡ് കാറ്റഗറിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് മുൻഗണന. ഈ കാറ്റഗറിയിലുള്ള ഉപകരണങ്ങളിൽ കുറഞ്ഞത് 50% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാക്കി. ഇതൊരു മികച്ച തുടക്കമായിരുന്നുവെങ്കിലും കാലക്രമേണ പ്രതിരോധ മേഖലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി: DAP 2020 ഗുരുതരമായ ചില പോരായ്മകളുണ്ട്. യഥാർത്ഥ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് ഇത് മാത്രം പോരാ എന്ന് ഏതൊരു പ്രതിരോധ വിദഗ്ധനോടോ പ്രൈവറ്റ് കമ്പനി ഉടമയോടോ ചോദിച്ചാൽ അവർ പറയും, ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ പ്രക്രിയ എന്ന് പറയുന്നത് അതിസങ്കീർണവും വലിയ കാലതാമസമെടുക്കുന്നതും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നതുമാണെന്ന്. പഴയ നയങ്ങളുടെ പ്രധാനപ്പെട്ട പോരായ്മകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേതാണ് അസംബ്ലി വേഴ്സസ് ഓണർഷിപ്പ്. DAP 2020 പ്രകാരം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാനുഫാക്ചറിങ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വിദേശ കമ്പനികൾ ആയുധങ്ങളുടെ ഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കും, ഇന്ത്യൻ കമ്പനികൾ അതിവിടെ വെച്ച് കൂട്ടി സംയോജിപ്പിക്കും. ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ടായി, പക്ഷേ അതിൻ്റെ പിന്നിലെ കോർ ടെക്നോളജി നമുക്ക് ലഭിച്ചില്ല. രണ്ടാമത്തെ പ്രശ്നമായിരുന്നു സീറോ എറർ സിൻഡ്രോമും കടുത്ത നിയമങ്ങളും. സൈന്യം ആയുധങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണനിലവാര മാനദണ്ഡമൊക്കെ വയ്ക്കുമായിരുന്നു. ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു ആയുധം ഈ മാനദണ്ഡങ്ങളുടെ 90% വിജയിച്ചാലും ബാക്കി 10% പരാജയപ്പെട്ടാൽ ആ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനികളെ റിസർച്ച് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു, കാരണം അതിഭീമമായ സാമ്പത്തിക നഷ്ടം. മൂന്നാമത്തേതായിരുന്നു ഏറ്റവും കുറഞ്ഞ തുകയുടെ, അതായത് L1 ശാപം. സർക്കാർ കോൺട്രാക്റ്റുകൾ എപ്പോഴും നൽകിയിരുന്നത് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന, അതായത് ലോവസ്റ്റ് ബിൽഡറിന് L1 കാറ്റഗറി കമ്പനിക്കായിരുന്നു. കടലാസിൽ ഇത് ലാഭകരമാണെന്ന് തോന്നാമെന്നുണ്ടെങ്കിലും ഒരു വിദേശ കമ്പനിക്ക് തങ്ങളുടെ പഴയ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകിയിട്ട് ഈ കോൺട്രാക്റ്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതുവഴി ഒരുപാട് ഇന്ത്യൻ കണ്ടുപിടുത്തങ്ങളാണ് തഴയപ്പെട്ടത്.
ഈ പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രതിരോധ മന്ത്രാലയം പുതിയ നയത്തിന് രൂപം നൽകിയത്. DAP 2026 ഏറ്റവും വലിയതും വിപ്ലവകരവുമായിട്ടുള്ള മാറ്റമെന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നതിൽ നിന്ന് മാറി ഓൺഡ് ബൈ ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സ്വന്തം എന്ന ആശയത്തിലേക്കുള്ള മാറ്റമാണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഹാർഡ്വെയറുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. യഥാർത്ഥ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ആയുധങ്ങളുടെ ബൗദ്ധിക സ്വത്തവകാശം അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, നിർണായക ഡിസൈൻ ഡാറ്റ, സോഫ്റ്റ്വെയർ സോഴ്സ് കോഡുകൾ ഇതെല്ലാം നമ്മുടെ സ്വന്തമായിരിക്കണം. ഇനി മുതൽ ഇന്ത്യയുമായിട്ട് ഏതൊരു വലിയ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കണമെന്നുണ്ടെങ്കിലും സോഴ്സ് കോഡുകളും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കണം എന്നത് കർശനമാക്കാൻ പോവുകയാണ്. പ്രതിരോധ സംഭരണ പ്രക്രിയ വേഗത്തിലാക്കാനും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളെ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന മാറ്റങ്ങൾ DAP 2026 മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് L1 നിയമത്തിലെ പൊളിച്ചെഴുത്ത്. ഇപ്പോൾ പണം മാത്രമല്ല മാനദണ്ഡം, സാങ്കേതിക മികവിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത IP അവകാശമുള്ള ഒരു ഇന്ത്യൻ ഉൽപ്പന്നമാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന വിദേശ കമ്പനിയെക്കാളും മുൻഗണന ആ ഇന്ത്യൻ കമ്പനിക്ക് ലഭിക്കും. രണ്ടാമതായിട്ട് ഘട്ടം ഘട്ടമായിട്ടുള്ള വികസനം, അതായത് ഒരു സ്പൈറൽ ഡെവലപ്മെന്റ് എന്നൊക്കെ ഇതിനെ പറയാം. 10 വർഷം കാത്തിരുന്ന് 100% പെർഫെക്റ്റായ ഒരു ആയുധം വാങ്ങുന്നതിന് പകരം 80% മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആയുധങ്ങളെ Mark 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സൈന്യം വാങ്ങിക്കും. സൈന്യത്തിൻ്റെ ഫീഡ്ബാക്കുകൾ വെച്ച് കമ്പനികൾ അതിലെ തെറ്റുകളൊക്കെ തിരുത്തി 100% പെർഫെക്റ്റായ Mark 2 വേർഷൻ വികസിപ്പിക്കും. മൂന്നാമതായിട്ട് MSMEകൾക്ക് ട്രയൽ ചെലവുകൾ തിരികെ നൽകുന്ന പ്രോഗ്രാം. അതായത് ഒരു കമ്പനി ട്രയലിൽ പങ്കെടുക്കുകയും സാങ്കേതിക പരിശോധനയിൽ വിജയിക്കുകയും ചെയ്തിട്ട് പിന്നീട് ഫൈനൽ കോൺട്രാക്റ്റ് കിട്ടാതെ വരികയും ചെയ്താൽ അവർ ട്രയലിനായിട്ട് ചെലവാക്കിയ തുകയുടെ 10 കോടി രൂപ വരെ സർക്കാർ തിരികെ നൽകും. കേൾക്കുമ്പോൾ ഇതെല്ലാം വളരെ മികച്ചതാണെന്ന് തോന്നാമെന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് വിദേശ കമ്പനികളുടെ എതിർപ്പും വിദേശ നിയമങ്ങളും. ഉദാഹരണത്തിന് അമേരിക്കൻ കമ്പനികളായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ, ജനറൽ ഇലക്ട്രിക്സ് ഇവർക്കൊക്കെ ഇന്ത്യക്ക് സോഴ്സ് കോഡ് കൈമാറാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അവർക്കതിന് സാധിക്കില്ല. കാരണം അമേരിക്കയിലെ ITAR, അതായത് ഇൻ്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസ് എന്ന കർശനമായ നിയമം അതിനെ തടയുന്നുണ്ട്. ഒരു അമേരിക്കൻ ഡിഫൻസ് കമ്പനി അവരുടെ ഡിസൈൻ ഡേറ്റയോ രഹസ്യ കോഡുകളോ വിദേശ രാജ്യങ്ങൾക്ക് നൽകിയാൽ കമ്പനിക്ക് കോടിക്കണക്കിന് ഡോളർ പിഴയും ഉദ്യോഗസ്ഥർക്ക് ജയിൽ ശിക്ഷയും ലഭിക്കും. അതുകൊണ്ട് ഇന്ത്യ 100% സോഴ്സ് കോഡ് ആവശ്യപ്പെട്ടാൽ ഈ വിദേശ കമ്പനികൾ ടെൻഡറിൽ നിന്നും തന്നെ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉള്ള വലിയൊരു സംശയമാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്ക് അവരുടെ യുദ്ധവിമാനങ്ങളുടെ 100% സോഴ്സ് കോഡ് നൽകുമോ എന്ന്. ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ലോകത്ത് ഒരു രാജ്യവും അവരുടെ ഫ്ലൈറ്റ് സേഫ്റ്റി കോഡുകളോ ഇലക്ട്രോണിക് വാർഫെയർ അൽഗോരിത്തങ്ങളോ കൈമാറില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഇന്ത്യയുടെ സ്വന്തം അസ്ത്ര മിസൈൽ ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള മിറാഷ് 2000 വിമാനത്തിലോ റഷ്യയുടെ സുഖോയ് 30 വിമാനത്തിലോ ഘടിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. കാരണം സോഴ്സ് കോഡ് അവരുടെ കയ്യിലായിരുന്നു. DAP 2026 പ്രകാരം ഇന്ത്യ ലക്ഷ്യമിടുന്നത് API അല്ലെങ്കിൽ ഇൻ്റർഫേസ് ആക്സസ് ആണ്. അതായത് നാളെ നമ്മൾ റഫാൽ വിമാനം വാങ്ങിയാൽ അതിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കാനായിട്ട് ഫ്രാൻസിൻ്റെ കമ്പനിയായ ഡെസോ ഏവിയേഷന് കോടികൾ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരരുത്. പ്ലഗ് ആൻഡ് പ്ലേ പോലെ സ്വന്തം ആയുധങ്ങൾ വിമാനങ്ങളിൽ ഘടിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ ആക്സസ് ഇന്ത്യക്ക് നൽകണം. ഇതിൽ ഇന്ത്യ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മനോഭാവം. അതായത് 80% പൂർത്തിയായ ആയുധങ്ങൾ വാങ്ങി പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ആശയം വളരെ മികച്ചതാണെന്നുണ്ടെങ്കിലും സൈനിക ഉദ്യോഗസ്ഥർ അത് അംഗീകരിക്കാനായിട്ട് മടി കാണിക്കും. ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാനമായ തേജസ് നിർമ്മിച്ച സമയത്ത് വ്യോമസേന തുടക്കത്തിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരാവശ്യപ്പെട്ട മാനദണ്ഡങ്ങൾ 100% പൂർണ്ണമായില്ല എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ തേജസ് വിമാനം സേനയിലെത്താനായിട്ട് പതിറ്റാണ്ടുകൾ വൈകി. DAP 2026 സ്പൈറൽ ഡെവലപ്മെൻറ്റ് ആശയം അന്നുണ്ടായിരുന്നെങ്കിൽ 80% റെഡിയായ തേജസ് വിമാനങ്ങൾ നേരത്തെ തന്നെ സേനയിലെത്തിയേനെ. ഈ പഴയ പെർഫെക്ഷനിസ്റ്റ് മനോഭാവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി.
നാലാമത്തെ വെല്ലുവിളിയാണ് ചൈനീസ് ഘടകങ്ങളുടെ നിരോധനവും വിലക്കയറ്റവും. അതായത് DAP 2026 പ്രകാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളിൽ ചൈനീസ് ഘടകങ്ങൾ, അതായത് ചൈനീസ് സബ് കോമ്പണൻസ് ഉപയോഗിക്കുന്നത് സൈന്യം കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സീറോ ടോളറൻസ് നയമാണ് സൈന്യത്തിനുള്ളത്. ഉദാഹരണമായിട്ട് 2025 നടന്ന സൈനിക ഓഡിറ്റുകളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ നിർമ്മിച്ച് നൽകിയ പല ഡ്രോണുകളിലും ചൈനീസ് മൈക്രോചിപ്പുകളും മോട്ടറുകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ട് 230 കോടി രൂപയുടെ കോൺട്രാക്റ്റുകളാണ് സൈന്യം റദ്ദാക്കിയത്. എന്നാൽ ഇന്ത്യയിലെ 840-ലധികം വരുന്ന ഡ്രോൺ സ്റ്റാർട്ടപ്പുകൾ നേരിടുന്ന വെല്ലുവിളി മറ്റൊന്നാണ്. ലോകത്തിലെ ഡ്രോൺ പാർട്സ് മാർക്കറ്റിൻ്റെ 70% നിയന്ത്രിക്കുന്ന ചൈനയാണ്. വില കുറഞ്ഞ ചൈനീസ് ഘടകങ്ങൾക്ക് പകരം യൂറോപ്പിൽ നിന്നോ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതോ ആയ പാർട്സുകൾ ഉപയോഗിച്ചാൽ ഒരു ഡ്രോണിൻ്റെ നിർമ്മാണ ചെലവ് 50% വരെ വർദ്ധിക്കും. സർക്കാർ വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകിയില്ലെങ്കിൽ ഈ ചെറിയ ഇന്ത്യൻ കമ്പനികൾ പൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ വലിയൊരു ചോദ്യം വരുന്നുണ്ട്, ഈ DAP 2026 നിയമം പ്രാബല്യത്തിലായോ എന്ന്. ആയിട്ടില്ല. ഇതൊരു കരട് രേഖ, അതായത് ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് മാത്രമാണ്. പ്രതിരോധ മന്ത്രാലയം ഈ നയം പൊതുജനങ്ങളുടെയും വ്യവസായികളുടെയും പ്രതിരോധ വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ അറിയുന്നതിനായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 2026 മാർച്ച് അവസാനം വരെ ആർക്കും ഇതിൽ തങ്ങളുടെ നിർദ്ദേശങ്ങളോ വിയോജിപ്പുകളോ സർക്കാരിനെ അറിയിക്കാം. ഈ ലഭിക്കുന്ന ഫീഡ്ബാക്കുകളും കൂടി പരിഗണിച്ച ശേഷമേ അന്തിമ DAP 2026 നയരേഖ സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളോ വിയോജിപ്പുകളോ സർക്കാരിനെ അറിയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാർച്ച് 10-ാം തീയതിയാണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പങ്കാളിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ മാർച്ച് 5-ന് മുമ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ 2026 DAP2026 എന്ന വിലാസത്തിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, 2026 DAP2026 ഇനി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഈ നയം നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ചെറുതല്ല. ഒന്നാമതായിട്ട് സമ്പൂർണ്ണ തന്ത്രപരമായ സ്വയംഭരണം. ആയുധവും അതിലെ സോഫ്റ്റ്വെയറും 100% നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. രണ്ടാമതായിട്ട് സ്വകാര്യ മേഖലയുടെ വളർച്ച. ട്രയൽ ചെലവുകൾ തിരികെ നൽകുന്നതിലൂടെ പ്രതിരോധ നിർമ്മാണ രംഗത്തേക്ക് കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ കടന്നു വരും. മൂന്നാമതായിട്ട് സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബഡ്ജറ്റ് ഇനി വിദേശത്തേക്ക് പോകുന്നതിന് പകരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് തന്നെ ഒഴുകും. ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും ഇത് സൃഷ്ടിക്കും. നാലാമതായിട്ട് ആഗോള പ്രതിരോധ കയറ്റുമതി. ഓൺഡ് ബൈ ഇന്ത്യ എന്ന ആശയത്തിലൂടെ സാങ്കേതികവിദ്യയുടെ അവകാശം നമ്മുടെ സ്വന്തമാകുന്നതോടെ ലോകത്തിലെ ഏത് രാജ്യത്തിനും യാതൊരു നിയന്ത്രണവുമില്ലാതെ നമുക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനും സാധിക്കും. സുഹൃത്തുക്കളെ, ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ 2026 എന്ന് പറയുന്നത് വെറുതെ തോക്കുകളും കപ്പലുകളും വാങ്ങാനുള്ള ഒരു കൂട്ടം നിയമങ്ങൾ മാത്രമല്ല. പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ സുരക്ഷയും സാങ്കേതിക വളർച്ചയും ഒരൊറ്റ നൂലിൽ കോർത്തിണക്കി 2047 വികസിത ഭാരതത്തിനായുള്ള ക്യാൻവാസ് ഒരുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വിദേശ കമ്പനികൾ തങ്ങളുടെ സാങ്കേതികവിദ്യ കൈമാറാൻ മടി കാണിച്ചേക്കാം, പല വെല്ലുവിളികളും ഉയർന്നേക്കാം. എങ്കിലും ഇന്ത്യ ലോകത്തിന് വലിയൊരു സന്ദേശം നൽകി കഴിഞ്ഞു. ഇന്ത്യ ഇനി വെറുമൊരു ആയുധ വിപണിയല്ല, മറിച്ച് സാങ്കേതികവിദ്യയിൽ ലോകരാജ്യങ്ങളോട് കിടപിടിക്കാൻ പോകുന്ന ഒരു വൻ ശക്തിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.